കാരണം സാധാരണക്കാരനായ ഒരാൾക്ക് പോലും തോന്നും ആദ്യം പരാതി കൊടുക്കുന്നവർക്ക് അവരുടെ കാര്യം അന്വേഷിക്കുക എന്ന് വെച്ചാൽ മറ്റവരുടെ അന്വേഷിക്കേണ്ടെന്ന് ഒരിക്കലും പറയില്ല. രണ്ടും അന്വേഷിക്കണം. പക്ഷേ ആദ്യം അന്വേഷിക്കേണ്ടത് ആരുടെയാണ്? ഒരു ചീറ്റിംഗ് നടന്നു, അവർ കൊടുത്ത പരാതി അന്വേഷിക്കുക. അതിൽ നടപടി ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കുറ്റക്കാരാണെങ്കിൽ അവരുടെയും പരാതി കിടക്കുകയാണ്. അതേ സമയം വേണമെങ്കിൽ അന്വേഷിച്ചോട്ടെ. അതിന് പകരം എന്ത് പറ്റിയെന്ന് വെച്ചാൽ കുറ്റം ചെയ്തവരുടെ പരാതിയുടെ പുറത്ത് അന്വേഷണം നടത്തി പെട്ടെന്ന് നടപടിയിലോട്ട് പോയി. എഫ്ഐആറിൽ ഇട്ട വകുപ്പുകൾ എന്താണെന്ന് നിങ്ങൾക്കും അറിയാം. ജയിലിടിഞ്ഞ വിളി വരത്തില്ല. അപ്പോൾ ഇതിനകത്ത് മറ്റെന്തൊക്കെയോ താല്പര്യം പോലെ തോന്നി. ഞാൻ അതുകൊണ്ട് വളരെ താഴ്മയോടെ ഇതിനകത്ത് ആരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഈ രാഷ്ട്രീയ സംഭവം വെച്ച് എന്നെ നിങ്ങൾ എന്ത് വേണോ പറഞ്ഞുകൊണ്ട് ചെയ്തോളൂ. കുടുംബത്തിൽ വലിച്ചഴയ്ക്കാതിരിക്കുക. പിന്നെ ഈ ഇലക്ഷൻ വരുന്നത് കൊണ്ട് ഇയാളെ എന്തെങ്കിലും ചെയ്യാമെന്ന് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ഈ ഇലക്ഷൻ നിൽക്കാൻ ഒരിക്കലും താല്പര്യം കാണിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണ് കൃഷ്ണകുമാർ. പാർട്ടിയിൽ വന്നു. ഞാൻ ജീവിക്കുന്നതും എൻ്റെ ഓഫീസും എൻ്റെ പ്രവർത്തന മേഖലയുമായി വട്ടിയൂർക്കാവിൽ എനിക്ക് ഇലക്ഷൻ നിൽക്കണമെന്ന് എൻ്റെ പാർട്ടിയോട് പറഞ്ഞാൽ എനിക്ക് ആ നിമിഷം അടിച്ചു തരും. പക്ഷെ എൻ്റെ അടുത്ത് പാർട്ടി പറഞ്ഞത് നിങ്ങൾ സെൻട്രലിൽ പോയി നിൽക്കൂ. തിരുവനന്തപുരം ഒരു അക്ഷരം എതിര് വരാതെ ഞാൻ അവിടെ പോയി നിന്നു. വീണ്ടും തിരുവനന്തപുരം ലോക്സഭ ഇലക്ഷൻ വന്നപ്പോൾ എനിക്ക് തിരുവനന്തപുരം ചോദിച്ചാൽ തരും. എന്നോട് പറഞ്ഞു കൊല്ലത്ത് പോയി നിൽക്കാൻ. നിങ്ങൾക്കെല്ലാം അറിയാം ഞാൻ അവിടെ നിന്നാ അവിടെ ഒരിക്കലും ജയിക്കില്ലെന്നറിയാം. എന്നിട്ട് പാർട്ടി പറയുന്ന അനുസരിച്ച് ഞാൻ പോയി നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഇന്നടത്ത് നിൽക്കണമെന്നൊന്നും താല്പര്യമുള്ള ഒരാളല്ല. അങ്ങനത്തെ വല്ല താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ഇതിൽ നിന്ന് പിന്മാറണം. ഈ കുടുംബത്തെ ഇതിനകത്ത് വലിച്ചടിച്ച് ദ്രോഹിക്കരുതെന്ന് വളരെ താഴ്മയായിട്ട് പറയുകയാണ്. ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ഏത് പാർട്ടി എന്നൊന്നും പറയുന്നില്ല. കാരണം എനിക്ക് അങ്ങനെ ശത്രുത വെക്കുന്ന ഒരാളല്ല. ഈ വിഷയം കടുത്തപ്പോൾ പോലും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഞാൻ നേരെ പോയത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്. എൻ്റെ പാർട്ടിയുടെ ഒരു രാഷ്ട്രീയക്കാരെയും ഞാൻ ഇതിനകത്ത് വലിച്ചടച്ചില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകരും എൻ്റെ BJP പാർട്ടിയിൽ എല്ലാവരും വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇടപെടേണ്ട, ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കരുത്, ഇതൊരു ചീറ്റിംഗ് കേസാണ്, ഞങ്ങളുടെ സ്ഥാപനത്തിൽ നടന്നതാണ്. അതുകൊണ്ട് ഒരിടത്തും ഞാൻ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു. ഇനി അതുകൊണ്ട് ആരെങ്കിലും ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ട് ഏതെങ്കിലും പാർട്ടിയിൽ നിന്നുണ്ടെങ്കിൽ ദയവ് ഞങ്ങളെ ഇതിനകത്ത് വീണ്ടും വലിച്ചിടയ്ക്കരുത്. മനസ്സിലായില്ല. തെരഞ്ഞെടുപ്പ് കൂടി മുൻപിൽ കണ്ടുകൊണ്ടുള്ള ഇടപെടൽ BJP ആണെങ്കിലും കൃഷ്ണകുമാറിനെ ആണെങ്കിലും ലക്ഷ്യമിട്ടാകാം എന്നൊരു സാധ്യത കൂടി ഇതിനുണ്ടെന്നല്ലേ? കാരണം രാഷ്ട്രീയത്തിൽ ആരെ എങ്ങനെ എവിടെന്ന്, കാരണം എല്ലാവർക്കും രാഷ്ട്രീയ മോഹങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ അതുകൊണ്ടല്ലേ ആർക്ക് നേരെ വിരൽ ചൂണ്ടിയില്ലല്ലോ, ഒരു പാർട്ടിക്ക് നേരെ ചൂണ്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെയൊന്നുമില്ല. സ്വന്തം പാർട്ടിക്ക് നിന്നാവാം, പുറത്തു നിന്നാവാം, നമ്മളെല്ലാം കാണുന്നില്ല. എല്ലാ പാർട്ടികളിലും പാർട്ടിക്കകത്ത് നടക്കുന്ന സംഘർഷം നമ്മൾ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഏതുമാകാം. അതുകൊണ്ട് ഏത് പാർട്ടിയിൽ നിന്നാണെങ്കിൽ പോലും എന്നെ ടാർഗറ്റ് ചെയ്യാം, ഒരു ബുദ്ധിമുട്ടില്ല. കുടുംബത്തിനെ വലിച്ചിറക്കാതിരിക്കുക. പിന്നെ ഈ ജാതിക്കാട് മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിറക്കാതിരിക്കുക. കാരണം ഇതൊക്കെ ഇനി ആവർത്തിക്കാൻ തരത്തില്ല. കാരണം ജാതിയൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിഷയമല്ലാത്തവരാണ്. കാരണം ഞാനും ഭാര്യയും 2 ജാതി, മകൾ വേറെ ജാതി, പിന്നെ ഭാര്യയുടെ അനിയത്തി കല്യാണം കഴിച്ചിരിക്കുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്നാണ്. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നതല്ല. ഇത് ദയവ് എല്ലാത്തിൽ നിന്നും ഞങ്ങൾക്ക് തന്ന സഹകരണത്തിന് എന്നും നന്ദി. പക്ഷെ അനാവശ്യമായിട്ട് ഇതിന്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നെങ്കിൽ പിന്മാറണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് നടൻ കൃഷ്ണകുമാറും അദ്ദേഹത്തിന്റെ മകളും വാർത്താ സമ്മേളനം നടത്തി അവരുടെ ഭാഗം പറയുകയാണ്.